ഇടുക്കി വണ്ണപ്പുറത്ത് 458 കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിൽ. വനംഭൂമി കയ്യേറിയെന്ന് കാണിച്ച് കാളിയാർ റേഞ്ച് ഓഫീസർ തയ്യാറാക്കിയ പട്ടികയിലാണ് 458 കുടുംബങ്ങളുള്ളത്. കുടിയിറക്ക് ശ്രമത്തെ ശക്തമായി ചെറുക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇടുക്കി നാരകക്കാനത്ത് കുരിശ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് വനഭൂമി കയ്യേറിയെന്നാരോപിച്ച് വനംവകുപ്പ് തയ്യാറാക്കിയ പട്ടിക പുറത്തുവരുന്നത്. ഇതിൽ വണ്ണപ്പുറം പഞ്ചായത്തിലെ 458 കുടുംബങ്ങളാണുള്ളത്. പട്ടയമുള്ളവരോ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരോ ആണ് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും. നാരകക്കാനം, കോട്ടപ്പാറ, ഒടിയപ്പാറ, ബ്ലാത്തിക്കോല, മുണ്ടൻമുടി എന്നീ പ്രദേശങ്ങളിലെ താമസക്കാരാണ് വനംവകുപ്പിന്റെ കണ്ണിൽ കയ്യേറ്റക്കാരായി മാറിയിരിക്കുന്നത്. 1968 കുടിയേറ്റ കാലം മുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരാണ് പട്ടികയിൽ കൂടുതലുമെന്നാണ് സമരസമിതി പറയുന്നത്. ബാക്കിയുള്ളവർ കുടിയേറ്റ കർഷകരിൽ നിന്ന് സ്ഥലം വാങ്ങിയവരാണ്. എല്ലാം കൃഷി ഉപജീവനമാക്കിയ കുടുംബങ്ങളും. ഏത് സമയത്തും ഫോറസ്റ്റുകാർ ശല്യമാണ്. അവർ വന്നിട്ട് കൈക്കൂലി എല്ലാവരോടും ചോദിച്ച് കൈക്കൂലി മേടിക്കുക. പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് പോലും ഫോറസ്റ്റുകാർ ഒരു പ്ലാവ് ആഞ്ഞില് വെട്ടിപ്പിക്കില്ല. അവർ കൃഷിക്കാരന് എപ്പോഴും ഫോറസ്റ്റുകാർ ഭീഷണിയാണ്. വനംവകുപ്പ് കൃഷിഭൂമിയും വനഭൂമിയും തമ്മിൽ വേർതിരിച്ച് 1968 തന്നെ ജണ്ടയിട്ടിരുന്നു. ജണ്ടയ്ക്ക് പുറത്താണ് തങ്ങൾ താമസിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ അവകാശപ്പെടുന്നത്. എന്നിട്ടും വനം കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായി ചെറുക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ ജനം അനുവദിക്കുകയല്ല. അവിടുന്ന് ഇറക്കിവിടാനോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ കള്ളക്കളികൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകും. അതേസമയം പ്രദേശത്തെ വനഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനായി 3 സർവേയർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. ഇതിൽ ഉടൻ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.